ഒരു ലൈറ്റർ വെച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ, ഇത് ലൈറ്ററിൻ്റെ അത്രയും കൂടി വലുപ്പം ഇതിന് വരുന്നില്ല. അതുപോലെ തന്നെ പാട്ട് കേൾക്കുക, സംഭവങ്ങളൊക്കെ ഇതിന് ചെയ്യാട്ടോ. ഇനി നമ്മളൊരു മൊബൈലിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിലൊക്കെ കണ്ട പോലെ തന്നെ ആ ഒരു ചെറിയൊരു ഫോണിൻ്റെ വിശേഷങ്ങളാണെന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനെ ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ ഫോൺ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ എൻ്റെ പേര് നിഷാദ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. മൊബൈലിൻ്റെ പാക്കറ്റ് ഇതാണ്. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിന് എഴുതിയിട്ടുള്ളത് BM10 വയർലെസ് ഡയലർ മിനി ഫോൺ എന്നാണ് കേട്ടോ ഇതിന് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ മിനി ഫോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിനി സൂപ്പർ സ്മാൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിം കാർഡ് ഓപ്ഷന് 2 സിമ്മാണ് കേട്ടോ ഇതിലിടാൻ പറ്റണത്. അപ്പോൾ അത്രയും ചെറിയ ഫോണിൽ 2 സിം ഇടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 350 mAh ആട്ടോ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അതുപോലെ തന്നെ ഇതിൽ മീഡിയ, അതുപോലെ തന്നെ ടെലിഫോൺ, SMS ഇതിനൊക്കെ ആയിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു എയർപോഡ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഈ കവറിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. ഏതായാലും ഇത് മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ബോക്സും തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം കൂടി ഒന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബോക്സ് തുറക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഈ സൈഡിൽ മൊബൈൽ, ഈ സൈഡിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ചെവിയിൽ വെക്കണ ഒരു സംഭവം എന്ന് പറഞ്ഞില്ല അത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കേബിൾ വരുന്നുണ്ട്, ചാർജർ കേബിള്. അഡാപ്റ്റർ ഇതിനില്ല കേട്ടോ, ഇതിൻ്റെ കൂടെ അഡാപ്റ്റർ ഇല്ല. അതുപോലെ ഒരു ബഡ്സ്, ചെവിയിൽ വെക്കുന്ന ഒരു ബഡ്സ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു കവറും, അതുപോലെ തന്നെ ഇതിൽ ചെവിയിൽ വെക്കാൻ പറ്റിയൊരു സംഭവമൊക്കെ ഉള്ളൊരു ഇതിൻ്റെ ഒരു കവറ്. ഓക്കെ, പൗച്ച്. പിന്നെ അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയൊരു ചൈനയിൽ എഴുതിയൊരു ബുക്കും കാര്യങ്ങളുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ മൊബൈലും. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ. വളരെ ചെറിയ മൊബൈലാട്ടോ, സിമ്പിളായിട്ടുള്ളൊരു പരിപാടി. ഓക്കെ, നമുക്ക് ഏതായാലും ഇതിൻ്റെ ബാക്കൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ബാക്കിൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാറ്ററി ഇതാണ്. ഇതിൻ്റെ കപ്പാസിറ്റി 350 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇത് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സിം കാർഡും മറ്റു കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയൊരു ഇത് കാണാം. അപ്പോൾ 2 സിം ഇടാൻ പറ്റിയൊരു ഇതുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതിൻ്റെ സിമ്മിൻ്റെ 2ൻ്റെ IMEI നമ്പർ ഇതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. മിനി ഫോൺ എന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സിം ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇതാണ്. അപ്പോൾ ബാറ്ററി ഫോണിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ബാറ്ററി ഉണ്ട്. നമുക്കിതിൽ സിമ്മും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ 2 സിം എടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ 2 സിം കൂടി ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സിം ഇടുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് മുന്നിലേക്ക് ആക്കിയിട്ട് സംഭവം ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ മതി. അവിടെ നമുക്കൊരു സിം ഇടാം. ചെറിയ നാനോ സിം ആട്ടോ അതിൽ ഇടാനായിട്ട് പറ്റുക. ഓക്കെ, ഒരു സിം നമ്മൾ വിജയകരമായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു സിം നമ്മൾ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തത് അതുപോലെ തന്നെ ഇത് ബാക്കിലൊക്കെ ഒന്ന് തള്ളിയിട്ട് മുന്നിലൊക്കെ ഒന്ന് തള്ളിയിട്ട് ഈ സംഭവം ഒന്ന് പൊന്തിച്ച് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നാട്ടിലൊരു സിമ്മും ഇവിടുത്തെ ഒരു സിമ്മും ആട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ടും വർക്ക് ചെയ്യുമോ എന്ന് അറിയണമല്ലോ. ഓക്കെ, രണ്ടാമത്തെ സിമ്മും നമ്മൾ വിജയകരമായി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബാറ്ററി ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സിമ്മ് വർക്ക് ചെയ്യുമോ ഇല്ല എന്നൊക്കെ ഒന്ന് അറിയാം. ഓക്കെ, ഇത് ഓണുണ്ട്. വെൽക്കം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഓൺ ആക്കുമ്പോൾ തന്നെ. ഓക്കെ, ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 സിമ്മിലും റേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്നറിയില്ല. മുകളിൽ 2 സിമ്മിലും റേഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ.
സിമ്മിൻ്റെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാണ്. സാധാ നമ്മൾ നോർമലി ചെറിയൊരു ഫോൺ ഉപയോഗിക്കുന്ന ആ ഒരു ടൈപ്പിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. അതിൽ ഇത്ര വലിപ്പം കുറവാണെന്നുള്ളൂ, ഒരു വെറൈറ്റി അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് സിസ്റ്റം ഇതിൻ്റെ മുകളിലായിട്ട് വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. സാധാരണ ചെറിയ ഫോണിലൊക്കെ ഇവിടെ ഒരു ടോർച്ച് കാര്യങ്ങളൊക്കെയാണ് വരിക. അതിലിവിടെ ടോർച്ചിൻ്റെ ഒരു സംഭവ പരിപാടി ഇതിനില്ല. അപ്പോൾ ഇവിടെ ഇതിനൊരു ചാർജിങ് സിസ്റ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ജസ്റ്റ്. ഓക്കെ, ചാർജും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. സാധാ ഒരു സാംസങ്ങിൻ്റെ ചാർജർ ആ ഒരു കേബിൾ തന്നെ കേട്ടോ അതിന് വരുന്നത്. പിന്നും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ഒരു കോൾ ചെയ്യാനായിട്ട് പോകണിപ്പോൾ. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതായിട്ട് നമുക്കൊരു കോണ്ടാക്റ്റ് എടുത്തിട്ട് ചെറിയൊരു കോൾ ചെയ്യാം. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ തന്നെ 2 ഓപ്ഷൻ വരുന്നുണ്ട്, BT കോളും അതായത് ബ്ലൂടൂത്ത് കോളും ലോക്കൽ കോളും വരുന്നുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് നമ്മൾ കണക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. ഹലോ, കേൾക്കണ്ടോ? അപ്പോൾ നമ്മൾ കോളും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. നല്ല കുഴപ്പമില്ലാത്ത ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നമ്മളൊരു നോർമൽ ഫോണിൽ കേൾക്കണ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു ഓപ്ഷൻ ഇതിൽ കണ്ടു. അപ്പോൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 3 വോയിസിൽ ഇത് സംസാരിക്കാനായിട്ട് പറ്റും. കുട്ടികളത്, അതുപോലത്തെ പെണ്ണുങ്ങളത്, പിന്നെ വലിയ ആണുങ്ങളത്, 3 സൗണ്ടിൽ ഒരു ഇതുണ്ട് ഇതിൽ. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ അതിൽ കണ്ടു. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ കടയിൽ വാങ്ങണ നേരത്തെ അവർ പറഞ്ഞിരുന്നു 3 സൗണ്ടിൽ ഇതിൽ സംസാരിക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കവറും ആ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല, ഒരു നോർമൽ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഒരു ആൾക്ക് കുഴപ്പമില്ലാതെ ഉപയോഗിച്ച് കൊണ്ടെടുക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയായിട്ടത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ കമ്പയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക്, സൈസ് കമ്പയറിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ സൈസ് തോന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കമ്പയർ ചെയ്യാൻ പോകേണ്ടത് ഇതൊരു എയർപോഡാട്ടത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ, എയർപോഡിൻ്റെ എല്ലാവരും ചെറിയൊരു മാറ്റം ഇതിന് വരുന്നുള്ളൂ, ചെറിയ മാറ്റം. ഓക്കെ, ചെറിയൊരു സൈസ് മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ. അപ്പോൾ ഇനി നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പോണത് ഈ ഒരു സാധാ ഫോണും ഈ ഒരു ഫോണും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏകദേശം സൈസ് നമുക്ക് അറിയാൻ പറ്റും. വളരെ ചെറിയൊരു ഫോൺ തന്നെ കേട്ടോ ഇത്. നമ്മൾ നോർമലി ചെറിയൊരു ഫോൺ തന്നെയാണ് ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് എത്ര ചെറുതാണ് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, കറക്റ്റ് ഇതിൻ്റെ പകുതിയോളം വീതി തീരല്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടില്ലേ, ഈ 2 ഫോൺ ഈ സൈഡിൽ വെക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഇതിനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എയർപോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ കവറ് പോലത്തെ ഒരു സാധനം ബാക്കിലിടുന്ന ഒരു പൗച്ചാട്ടത്. അപ്പോൾ ഒരു പൗച്ചിൽ ഈ മൊബൈൽ ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ നിൽക്കും. ഈ സ്പീക്കർ ഈ ഹോളിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഈ ഒരു പൗച്ച് നിൽക്കും. അതിന് ശേഷം ഈ ഒരു സംഭവം ഇതുപോലെ ഒന്ന് ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മളെ ചെവിയിൽ വരുന്നൊരു സംഭവം കേട്ടോ. പിന്നെ ഈ ഒരു ബഡ്സ് ഇതുപോലെ ഈ ഒരു ഹോളിൽ കറക്റ്റാക്കി ഇട്ട് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ നമ്മളെ ചെവിയിൽ വെക്കാൻ സെറ്റപ്പിൽ ഇതായി കിട്ടും. നമുക്ക് ഏത് സൗകര്യത്തിനനുസരിച്ച് ഇത് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചെവിയിൽ കറക്റ്റായിട്ടിരിക്കും. ഇനി നമുക്ക് കോളൊക്കെ വരുന്ന ടൈമിൽ അതുപോലെ തന്നെ പാട്ടൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മളെ ചെവിയിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഞാനങ്ങനെ വെക്കണമെന്നൊന്ന് കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ സംഭവം കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് കറക്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒരു റൗണ്ട് ഷേപ്പുള്ള സാധനം
നമ്മുടെ ചെവിൻ്റെ ബാക്കിലാക്കി വെച്ച് കൊടുക്കുക. ആ ബഡ്സ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ചെവിയിലേക്കൊന്ന് ഇറങ്ങി കിടക്കും. അല്ലേ, കറക്റ്റായിട്ട് ഇവിടെ ഇരിക്കും. നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട്, അതുപോലെ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സൗകര്യം കൂടി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കോൾ ചെയ്യുക, അതുപോലെ തന്നെ പാട്ട് കേൾക്കുക, സംഭവങ്ങളൊക്കെ ഇതിന് ചെയ്യാം കേട്ടോ. ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെറിയ ഫോണിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ടൊന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.